ഹായ് എവരി വൺ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നീറ്റിൻ്റെ സ്കാമും അതുപോലെ തന്നെ അതിൻ്റെ റീടെസ്റ്റിനെ കുറിച്ചും കോടതിയിൽ പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ എൻട്രൻസ് എഴുതിയിരുന്ന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു റീടെസ്റ്റിൻ്റെ ഓർമ്മയാണ്. ഞാൻ എൻട്രൻസ് എഴുതുന്നത് 2015 ഓക്കെ, 2014 എഴുതി, വീണ്ടും 2015 രണ്ടാമത്തെ എൻട്രൻസ് എഴുതുന്നത്. റിപ്പീറ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻട്രൻസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും അന്ന് നീറ്റ് ആയിരുന്നില്ല, AIPMT ആയിരുന്നു. നമുക്കറിയാലോ, നീറ്റിന് മുമ്പ് AIPMT ആയിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കീം വേറെയും AIPMT വേറെയായിരുന്നു, രണ്ട് എക്സാം ആയിട്ടായിരുന്നു എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ മെയ് 3 ആദ്യത്തെ AIPMT എക്സാം എഴുതുന്നത്. ആദ്യത്തെ മീൻസ് ശരിക്കുള്ള AIPMT എക്സാം എഴുതുന്നത്. അങ്ങനെ നമുക്കറിയാലോ, ഒരു റിപ്പീറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിക്കൊണ്ട് അതിനുവേണ്ടി എല്ലാ നിലക്കും പ്രിപ്പയർ ചെയ്ത് അങ്ങനെ എല്ലാം നമ്മുടെ മാക്സിമം ഇടുക എന്ന രൂപത്തിൽ പരമാവധി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പരമാവധി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, എക്സാം എഴുതാൻ പോയി. കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. അങ്ങനെ എക്സാമൊക്കെ എഴുതി തിരിച്ചു വന്നു. അപ്പോൾ മാർക്കൊക്കെ സ്കോറൊക്കെ ഇങ്ങനെ പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, വലിയ കുഴപ്പമുണ്ടാവില്ല, പ്രതീക്ഷ ഉണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ ആ രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം കീം എക്സാമും എഴുതി, അതിലും പിന്നെ ഏകദേശം ഇങ്ങനെ പ്രതീക്ഷയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പോൾ നടന്നതുപോലെയല്ല വേറൊരു രൂപത്തിലുള്ള ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ AIPMTയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട് എന്നും അതിൽ ചില പിന്നെ ചീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് അതിനുശേഷമാണ് പുറത്തു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ എഫേർട്ട് ഇടുകയും അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നീറ്റ് എഴുതിയ ആളുകൾ, അവർക്ക് പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ രൂപത്തിൽ നീറ്റൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ടൊക്കെ കാത്തിരുന്ന് റിസൾട്ട് വരുമ്പം ഇങ്ങനെ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ എന്താണ്? അതിനേക്കാളാണ് യഥാർത്ഥത്തിൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കേട്ടപ്പോൾ എനിക്കും അല്ലെങ്കിൽ അന്ന് എൻട്രൻസ് എഴുതിയ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് കാലത്തെ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇല്ലാതായി പോകുന്നത്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇപ്രാവശ്യത്തെ പ്രശ്നങ്ങളെങ്കിൽ അന്ന് റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മാത്രമല്ല അന്ന് വളരെ സ്ട്രോങ് കേസ് ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം 2017 ഒക്കെ ഇത്തരത്തിലുള്ള പിന്നെ ചീറ്റിംഗ് ഉണ്ട് എന്നുള്ള രൂപത്തിലുള്ള ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് 2015 ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ കേസ് വളരെ സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം പോലീസ് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ആ ചീറ്റിംഗ് എങ്ങനെ നടന്നു എന്നുള്ളതും അതിൻ്റെ തെളിവുകളടക്കം പിടിച്ചു എന്നുള്ളതാണ്. കാരണം അണ്ടർ ഗാർമെൻസിലടക്കം ഗേൾസും ബോയ്സിനും അടക്കം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ബ്ലൂടൂത്ത് ഡിവൈസുകൾ വഴിയാണ് ഈ ചീറ്റിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളതും ആൻസർ കീ ലീക്കായിട്ടുണ്ട്, അത് ഇങ്ങനെ പല ആളുകളിലേക്ക് എത്തി, അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള ഒരു വിവാദമായിരുന്നു. അന്ന് വെറും വിവാദമായിരുന്നില്ല, തെളിവുകളോട് കൂടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് കേസ് ആയതുകൊണ്ട് തന്നെ പിന്നെ അതിനെ ഏതെങ്കിലും രൂപത്തിൽ അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാനോ അതില്ല എന്ന് പറയാനോ സാധിക്കാത്ത അത്രയും വലിയ ഒരു പ്രഷർ പോയതോടുകൂടി അങ്ങനെയാണ് AIPMT നടക്കുന്നത് 2015. അത് ഏകദേശം ജൂലൈ അവസാന വീക്കിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ജൂലൈ 25 എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ മെയിൽ എക്സാം എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിവാദങ്ങൾ വരുന്നു, ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ജൂലൈ അവസാനം വീണ്ടും ആ ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് നടത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നീറ്റ് അല്ലെങ്കിൽ പിന്നെ എൻട്രൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ചില കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ശരിക്ക് പിന്നെ ആദ്യത്തെ തവണ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ നമ്മുടെ മാക്സിമമാണ് ഇടുന്നത്. കാരണം അത്രയും കാലത്തെ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് അവിടെ വരാൻ പോകുന്നത്. ആ ഒരു ഏതാനും മണിക്കൂറുകളിലാണ് നമ്മുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്നത്. അത്രയും പിന്നെ കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷേ ആ എൻട്രൻസ് എക്സാം കഴിയുന്നതോടുകൂടി AIPMTയും കീമോ ആയിരുന്നു അന്ന്, ആ 2 എക്സാം കഴിയുന്നതോടുകൂടി നമ്മൾ ഒരുപാട് കാലത്തെ എഫേർട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ നന്നായി റിലാക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി എല്ലാം കഴിഞ്ഞു എന്ന രൂപത്തിൽ നിൽക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വീണ്ടും ഇനിയും ഒരിക്കൽ കൂടി പ്രിപ്പയർ ചെയ്യണം, ഒരിക്കൽ കൂടി എക്സാം എഴുതണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണ്, ബാക്കിയുള്ളവർക്ക് ഉള്ള പല അനുഭവങ്ങളുള്ളവരുണ്ടാകും, പക്ഷേ പേഴ്സണലി എനിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. കാരണം അത്രയും എഫേർട്ട് ഇട്ട് എക്സാം എഴുതി ഒന്ന് റിലാക്സ് ആയി എന്ന് വിചാരിക്കുമ്പോഴേക്ക് വീണ്ടും അതേ സിലബസ് മൊത്തത്തിൽ ഒന്നുകൂടി പഠിച്ച് ചെറിയ സമയത്തിനുള്ളിൽ വീണ്ടും എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതുപോലെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് മാനസികമായി സാധിച്ചിരുന്നില്ല.
അപ്പോൾ ആദ്യത്തെ എക്സാമിൽ എനിക്ക് നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ രണ്ടാമത്തെ എക്സാമിൽ എനിക്ക് ആ രൂപത്തിൽ AIPMTയിൽ നല്ല രൂപത്തിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇതാണ് പ്രശ്നം. കാരണം വീണ്ടും എക്സാം നടത്തിയതോടുകൂടി നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ വലിയ രൂപത്തിൽ പ്രയാസത്തിലായി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ എക്സാം നടത്തുക എന്നുള്ളതിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഇത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും റിപ്പീറ്റൊക്കെ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തോളം അവർ വേറൊന്നുമില്ലാതെ പഠിക്കുകയായിരുന്നു, അതിൽ നിന്നൊന്ന് റിലീവ് ചെയ്തു എന്ന് വിചാരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു പഠനം വരുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യവും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വരുന്നു, കോടതിയെ സമീപിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു ഓർമ്മ പങ്കുവെച്ചു എന്ന് മാത്രം. തീർച്ചയായും പിന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നീതി വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നീതി നടപ്പിലാക്കപ്പെടട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്താണോ ഇതിൽ നടന്നത്, അതിൽ ആരാണോ സ്കാം ചെയ്തത് അല്ലെങ്കിൽ ആരാണോ ചീറ്റ് ചെയ്തത് അവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കട്ടെ. കൃത്യമായ രൂപത്തിൽ തന്നെ ആരാണോ ഇത്തരത്തിലുള്ള ഉടായ്പകൾ ചെയ്തത് അവരെ പുറത്തു കൊണ്ടുവരികയും എന്നാൽ ബാക്കിയുള്ള ഭൂരിപക്ഷം കുട്ടികളുടെ എഫേർട്ടിനെ അത് ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അത്തരത്തിലുള്ള ഒരു ഡിസിഷനിലേക്കും അത്തരത്തിലേക്കുള്ള ഒരു എൻഡിങ്ങിലേക്കും ഈ ഒരു വിഷയവും എത്തിപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ആ രൂപത്തിൽ ഈ വിവാദവും നല്ല ഒരു കാര്യത്തിലേക്ക്, നല്ലൊരു പര്യവസാനത്തിലേക്ക് എത്തട്ടെ. ഇനി ഒരിക്കലും ഇത്തരത്തിലുണ്ട്, കാരണം ഇത് ഒന്നാമതായിട്ടൊന്നല്ല, എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടൊന്നല്ല. വീണ്ടും പലപ്പോഴും ആയി ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മൾ പറയാനുള്ളത് ഒരിക്കലും എൻട്രൻസ് എക്സാമുകളിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം കുട്ടികൾ എത്രത്തോളം പണിയെടുത്തുകൊണ്ടാണ്, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു എക്സാം എഴുതി തീർക്കുന്നത്. അതിനുശേഷം അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് മറ്റൊരാൾക്കും ഒരുപക്ഷെ പറഞ്ഞാൽ ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ എല്ലാവരും ഇനി അങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഈ ഒരു അനുഭവം പങ്കുവച്ചത് മാത്രം. താങ്ക് യു.